ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നോക്കാം അവരിപ്പോൾ ഏത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അവരുടെ കറണ്ട് എനർജി എന്താണ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ത്രീ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് യൂണിവേഴ്സ്? ദി സ്റ്റാർ, നൈൻ ഓഫ് വൺസ്, മജീഷ്യൻ, ജസ്റ്റിസ്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നമുക്ക് കുറച്ചുകൂടി കാർഡ്സ് നോക്കാം. അവരിപ്പോൾ ഏത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്? The Empress, Knight of Pentacles, Knight of Swords, Four of Cups. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ത്രീ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഈ ഒരു പേഴ്സൺ ഒട്ടും സന്തോഷത്തിലല്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് മെന്റലി വളരെയധികം ഡൗൺ ആക്കുന്ന പല സംഭവങ്ങൾ ഈ അടുത്തിടെയായിട്ട് നടന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മേ ബി എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പോലത്തെ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് ആൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാനും അവർ നിങ്ങളെ ഹാപ്പി ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ വളരെയധികം സന്തോഷത്തിലാണല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇവിടെ ഒരു 100% പറയാനായിട്ട് സാധിക്കുന്നത്. മേ ബി ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അത് കൂടുതലായും ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ളത് വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടോ, സമയത്തിന് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ, ഉറക്കക്കുറവ് കൊണ്ടോ, ആവശ്യമില്ലാതെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നത് കൊണ്ടൊക്കെ വരുന്ന ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല, അല്ലെ മുന്നോട്ടേക്ക് ഇനി എന്ത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഒന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മറക്കാനും സാധിക്കുന്നുണ്ടാവില്ല. ആ ഒരു വ്യക്തിക്കും നിങ്ങളെ മറക്കാനും സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളോട് ഈ ഒരു വ്യക്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ഒരു വ്യക്തിക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്.
നിങ്ങളെ ഇപ്പോഴും ഈ ഒരു വ്യക്തി സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഈ ഒരു വ്യക്തി എടുത്തു നോക്കുന്നുണ്ടായിരിക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നെങ്കിലെന്ന് ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണായിട്ടൊരു കമ്മ്യൂണിക്കേഷന് തയ്യാറാവുന്ന ഒരു അവസ്ഥയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ എന്തായാലും വളരെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. തീർച്ചയായും ഈ ഒരു വ്യക്തിയുടെ ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അഥവാ അങ്ങനെ ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, ഈ ഒരു മാനിഫെസ്റ്റേഷൻ കാരണം നിങ്ങൾക്കൊരു കോണ്ടാക്ട് ലഭിക്കുകയാണെങ്കിൽ, പാസ്റ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ അതെല്ലാം നിങ്ങൾ മറക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നിങ്ങൾക്കതെല്ലാം മറക്കാനോ പൊറുക്കാനോ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ കാത്തിരിക്കുന്നത് കൊണ്ടോ അർത്ഥമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ജസ്റ്റിസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി കോടതി ബേസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു സമയം അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ തിരിച്ച് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിട്ടോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടോ ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ സാമ്പത്തികപരമായ പല ഉയർച്ചകളും വരാനായിട്ട് പോകുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നു. ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു പേഴ്സൺ നേരിടുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുമെന്നൊരു മെസ്സേജ് കൂടി യൂണിവേഴ്സ് എനിക്കിവിടെ തരുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കാം ആഗ്രഹിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടൊരു ഹാപ്പി ലൈഫ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് 99% നടക്കില്ല എന്ന തോന്നൽ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഉണ്ടായിരിക്കാം. എന്തായാലും ഒരു മിറാക്കിൾ തന്നെ ഇവിടെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് പോസിബിൾ ആകും എന്നാണ് എനിക്കിവിടെ കിട്ടുന്ന മെസ്സേജ്. രണ്ടു പേർക്കും ട്രസ്റ്റ് ഇല്ല എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ടും കാണില്ല, ആ ഒരു പേഴ്സണ് തിരിച്ച് ഇങ്ങോട്ടും കാണുകയില്ല. രണ്ടുപേരും ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. തീർച്ചയായും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാകും. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകുന്നതാണ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ്റെ പവർ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ട് ഇനി ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഒന്നും ആ ഒരു പേഴ്സൻ്റെ ഒരു കോണ്ടാക്ട് കിട്ടുന്ന സമയം നിങ്ങൾക്ക് എടുത്തിടാതിരിക്കുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ക്യാഷിന് വളരെയധികം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. മേ ബി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നാലായിരിക്കും നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഫ്യൂച്ചർ സാധ്യമാകുക. ക്യാഷിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും സെപ്പറേറ്റായി നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു പേഴ്സണ് നല്ലൊരു ജോലി കിട്ടാൻ, സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നല്ല സമയമായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 9 ഓഫ് വാൻസിന് എനർജി കിട്ടിയത് കൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി ചെറിയ കാര്യം മതിയായിരിക്കാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മൈൻഡ് വളരെ അസ്വസ്ഥമാകാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഇവിടെ കാണുന്നു. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അതായത് വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല, ഒന്നിക്കാനും സാധിക്കുന്നുണ്ടാവില്ല. ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതും. എല്ലാവരും ട്വിൻ ഫ്ലെയിം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ എൻ്റെ പല റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുക. ഏത് സമയവും ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവുകയുള്ളൂ. ടെൻഷൻ ആവേണ്ട ആവശ്യം ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യത്തിനും ക്യാഷ് ആവശ്യമായി വരുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതായിട്ടും നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്താൽ റിസൾട്ട് കിട്ടുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ആ ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. യൂണിവേഴ്സിൽ എല്ലാ വിഷമങ്ങളും സറണ്ടർ ചെയ്യുക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം നാം പാതി ദൈവം പാതി എന്നാണല്ലോ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അത് ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, അത് നമ്മൾ ചെയ്യുക, നമ്മൾ എഫേർട്സ് ഇടുക, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം നാം പാതി ദൈവം പാതി എന്നല്ലേ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസ് അല്ലെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഇപ്പോഴേ വിഷമിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പ്രസന്റ് ലൈഫ് കൂടി പോകുന്നതാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ സന്തോഷിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വിഷമങ്ങളെ നിങ്ങൾ അലട്ടുന്നതായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, അതായത് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം മാറുന്നതാണ്. നിങ്ങൾ പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറുന്നതാണ്. എന്തായാലും ഇവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാനായിട്ട് പോകുന്നു. നിങ്ങളുടെ ഹെൽത്തൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണിത്. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. എന്തായാലും എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു ഹാപ്പി ലൈഫാണ് ഈ ഒരു വ്യക്തിയുമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അത് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കാം. ആ ഒരു വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. Five of Cups, ആ ഒരു വ്യക്തി പാസ്റ്റ് എനർജിയിൽ തന്നെ സ്റ്റക്കാണ്. യെസ്, ഹാങ്ഡ് മാൻ സ്റ്റക്കാണ്. വളരെയധികം ലോ എനർജിയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിക്ക്. കാർഡ്സ് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ആദ്യമേ അവരുടെ എനർജി എടുത്തായിരുന്നു. 3 of Swords ആയിരുന്നു. ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. അതിൻ്റെ ആയിരിക്കാം എനർജി ഡൗൺ ആകുന്നുണ്ട്. അപ്പം അതിൻ്റേതായിട്ടാണ് നമുക്ക് കാർഡ്സ് കിട്ടാത്തതായി. അല്ലെ പിന്നെ എത്രയും കാർഡ് ഷഫിൾ ചെയ്തിട്ടും എനർജി കിട്ടുന്നില്ല. Two of Wands, the Sun, Three of Swords. കാർഡ്സ് എല്ലാം കാണാമെന്ന് പറഞ്ഞു. ഇനിയും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ്? ഇത് ശരിക്കും എനർജി ഇവിടെ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വളരെയധികം ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. The Star, Four of Swords,
ഇവിടെ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ആവശ്യമാണ് ഈ ഒരു സമയം. കാരണം നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അതൊന്നും ഹീലായിട്ടില്ല എന്നുള്ളത് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. ഹീല് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, മനസ്സിൻ്റെ കൺഫ്യൂഷൻസ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുക, ആ ഒരു ചിന്തകളെല്ലാം മാറ്റുക. നിങ്ങളുടെ എനർജിയാണ് ഈ കിട്ടുന്നത്. 10 of Wands. അതെല്ലാം മനസ്സിൻ്റെ സ്ട്രെസ്സാണ് ഈ കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ആദ്യമേ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കാം. ഞാനിപ്പോൾ നിന്റെ ഓർമ്മകളിൽ കഴിയുകയാണ്. ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന ബോധ്യം എനിക്കിപ്പോൾ ഉണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നോ മുന്നോട്ട് എങ്ങനെ പോകണമെന്നോ പോലും അറിയാതെ സ്റ്റക്കായി തുടരുകയാണ്. ഞാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു. ഞാൻ നിന്നിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ സത്യമാണ്, നീ എൻ്റെ ജീവിതത്തിലെ സൂര്യപ്രകാശം തന്നെയായിരുന്നു. നിനക്കൊപ്പം ഞാൻ വളരെയധികം സന്തോഷിച്ചിരുന്നു. അത് വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഉള്ളിലെ നഷ്ടബോധം എന്നിൽ വേദനയുണ്ടാക്കുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കുക. ഈ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് നിങ്ങൾ പോവാതെ ഇരിക്കുക. നിങ്ങൾ രണ്ടുപേരും മാനസികമായി തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുക. നിങ്ങൾക്ക് സമാധാനം, വിശ്രമം ആവശ്യമായിട്ട് കാണുന്നു. നിങ്ങൾ ഇപ്പോഴും ഹീലായിട്ടില്ല എന്നുള്ളത് എനിക്കിവിടെ കാണാൻ കഴിയുന്നു. എന്ത് പ്രശ്നം നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ടാവാൻ നിങ്ങൾ സമയം നൽകണം. നിങ്ങൾക്ക് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, മനസ്സിൻ്റെ കൺഫ്യൂഷൻസ്, പേടികൾ എല്ലാം നിങ്ങൾ ഇവിടെ ഇറക്കി വെക്കുക. ധൈര്യത്തോടു കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക.